എനിക്ക് 6ാം ക്ലാസ്സിൽ വെച്ച് ഒരു ക്രഷ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് ഐ വാസ് ലൈക്ക്, ഞാൻ കുറേ വിയേർഡായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവൻ എന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടി ഞാൻ ഹെയർ നീട്ടി വളർത്താൻ വേണ്ടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ മാർക്കൊക്കെ ചോദിക്കുമായിരുന്നു. ലൈക്ക് ഐ ഷുഡ് ഷോ കൺസേൺ, ലൈക്ക് ഇവൻ എത്ര മാർക്ക് കിട്ടിയതെന്നൊക്കെ. എന്നെക്കാട്ടും 1 വയസ്സ് മൂത്തതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ഭയങ്കര അടിപൊളി ഒരു ഐഡിയ ആയിരുന്നു. അതായത് പണ്ടത്തെ ഫോണില്ലേ, അതായത് നോക്കിയുടെ ഫോൺ, അതായിരുന്നു എൻ്റെ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ലൈക്ക് ചെറുപ്പത്തിലെ. ഓക്കെ, 2012. ഓക്കെ, ആ ടൈമിൽ ഞാനൊന്ന് 2012 ആണ്, ഐ ഡോണ്ട് റിമെമ്പർ. ഈ 6ാം ക്ലാസ്സിൽ ക്രഷ്, എനിക്ക് 12ാം ക്ലാസ് വരെ പുള്ളിനോട് ക്രഷായിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വാസ്, ഞാൻ 9th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. സോ 2014. ഓക്കെ, 2014 ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഈ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സോ അന്ന് ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവർ 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്ന്. അതൊക്കെയായിരുന്നു ലൈക്ക് ഒരു ബോയിനെ എങ്ങനെ വളക്കാം എന്ന് എൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ റിസൾട്ട് വരുമ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് ചോദിക്കുക. പിന്നെ എല്ലാ ദിവസവും ഞാൻ SMS അയക്കുമായിരുന്നു ഗുഡ് കോട്ട്. സോ ഞാനൊരു കുട്ടിയായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിൽ. ഓക്കെ, 10th 94%, 12th സ്കൂൾ ടോപ്പർ, അങ്ങനെയൊക്കെ. സോ എൻ്റെ ഈ ബുദ്ധി ഐഡിയയിൽ വന്ന്, ഇപ്പം ഞാൻ പഠിപ്പിക്കല്ല കേട്ടോ, ഇപ്പം ഞാൻ ഉഴപ്പത്തിയാണ്. ബട്ട് എൻ്റെ ഐഡിയയിൽ വന്ന് എല്ലാ ദിവസവും ഞാൻ ഒരു ഗുഡ് കോട്ട് അവൻ്റെ ഫോണിലോട്ട് SMS അയക്കും, ആ നമ്പറിലോട്ട്. ആൻഡ് ഐ വാസ് ലൈക്ക്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ കോട്ട്, സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ്, എന്നിട്ട് ഇങ്ങനെ തരമഴയും ജോൺ എന്നൊക്കെ TMG എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയക്കുമായിരുന്നു. ആൻഡ് അങ്ങനെ അയച്ച് എന്നോട് അവനത് വായിച്ചിട്ടുണ്ടോയെന്ന് പോലും. ആൻഡ് ഐ യൂസ് ടു ഡൂ ദാറ്റ്. ഐ എം ലൈക്ക്, ഇതൊക്കെ ആരാ ചെയ്യുക? ബട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ എഴുന്നേൽക്കുന്ന ഏതോ ഒരു കൊച്ച് ഗുഡ് കോട്ട്സ് ഇങ്ങനെ SMS അയക്കുന്നു. മേ ബി ഇതാണ് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന്. ഇതൊന്നും എൻ്റെ പേരൻസിന് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് അന്നില്ല. കമ്പ്യൂട്ടറിന് ഞാൻ പാസ്വേഡ് ഇടുമായിരുന്നു അവൻ്റെ പേര്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കുളിക്കാൻ പോയ ടൈമിൽ, എൻ്റെ കമ്പ്യൂട്ടർ ചീത്ത ടൈമിൽ ഞാൻ കുളിക്കാൻ പോയി. ഓക്കെ, ബെസ്റ്റ് ടൈമായിരുന്നു കുളിക്കാൻ, കാരണം ആ ടൈമിൽ റിപ്പയറിൽ ആൾ വന്നു. ആൻഡ് ഹി വാസ് ലൈക്ക്, ഇതിന് പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് പറയണം. ആൻഡ് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു, താറ ഇതിൻ്റെ പാസ്വേഡ് എന്താ? ഞാൻ ഇവൻ്റെ പേര് പറഞ്ഞു. അമ്മയ്ക്കാണെങ്കിൽ ഇവനെ അറിയാം, ബിക്കോസ് വി വർ ഇൻ ദ സെയിം ട്യൂഷൻ ക്ലാസ്. ആൻഡ് ഹി ഹാസ് കെയിം ടു മൈ ഹോം, ലൈക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ഇസ് ലൈക്ക്, തനിക്ക് നാണല്ലേ വല്ല ആൾക്കാരുടെ പേരൊക്കെ ഇട്ട് വെക്കാൻ? എന്താണിത്, സ്വന്തം പേരിട്ട് വെക്കൂ, സെൽഫ് ലവ് ആണോ എന്നൊക്കെ. എൻ്റെ പേരൻറ്റ്സ് ഭയങ്കര ഫോർവേഡായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓക്കെ.